ശബരിമലയിൽ നല്ല ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇന്നലെ തന്നെ 1 ലക്ഷത്തോളം ഭക്തരാണ് മല ചവിട്ടിയത്. ഇന്ന് രാവിലെയും ദർശനത്തിനായി ഒരുപാട് ഭക്തജനങ്ങൾ കാത്തുനിൽക്കുന്നുവെന്നാണ് നമ്മുടെ ശബരിമല ബ്യൂറോ പറയുന്നത്. ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നു. ശ്രീജിത്തെ, എങ്ങനെയുണ്ട് ശബരിമലയിൽ ഇന്ന് കാര്യങ്ങൾ? വെരി ഗുഡ് മോർണിംഗ്. നമ്മൾ ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. നമ്മുടെ ക്യാമറമാൻ ആ ദൃശ്യങ്ങളാണ് പകർത്തുന്നത്. നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതായത് ഇന്നലെ ഏതാണ്ട് 95,000-ലധികം, അതായത് 96,000-ഓളം വരുന്ന അയ്യപ്പ ഭക്തർ, തീർത്ഥാടകർ ശബരിമല സന്നിധാനത്ത് 18-ാം പടി കയറിയും അല്ലെങ്കിൽ അതുപോലെ തന്നെ സിവിൽ ദർശനം നടത്തിയും അയ്യപ്പനെ കണ്ടു എന്നാണ് ഒരു കണക്ക് ഉള്ളത്. അതിനുശേഷം ഇന്നത്തെ ഒരു കണക്കായി ഏറ്റവും ഒടുവിൽ 7 മണി വരെയുള്ള ഒരു കണക്ക് പുറത്തു വരുന്നുണ്ട്. അത് 22,000 അയ്യപ്പ ഭക്തർ ഇതിനകം തന്നെ ദർശനം നടത്തിയെന്നൊരു കണക്ക് ആണ് പുറത്തു വരുന്നത്. എന്തായാലും പമ്പയിലും നിലയ്ക്കലിലും ഒക്കെ തന്നെ ഇതിനകം തന്നെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇന്നലെ ഉച്ചയോടുകൂടി തിരക്ക് അല്പം കുറഞ്ഞിരുന്നു. പക്ഷേ പിന്നീട് വൈകിട്ടോടുകൂടി വീണ്ടും ഭക്തർ, ഇതര സംസ്ഥാനങ്ങളിൽ നടക്കുള്ള അയ്യപ്പ ഭക്തർ എത്തുകയായിരുന്നു. എന്തായാലും വലിയ തിരക്ക് അനുഭവപ്പെടുന്നതിന് അനുസരിച്ച് ശരംകുത്തിയിലും അതുപോലെ തന്നെ ശബരി പീഠത്തിലും ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുന്നുണ്ട്. കൂടാതെ പമ്പയിലും നിലയ്ക്കലിലും അയ്യപ്പ ഭക്തരെ അല്ലെങ്കിൽ തീർത്ഥാടകരെ നിയന്ത്രണങ്ങളോടുകൂടി മാത്രമാണ് കടത്തിവിടുന്നുള്ളൂ. എന്തായാലും പ്രത്യേക പൂജകൾക്കുള്ള ആളുകൾക്കൊക്കെ പ്രത്യേക തരത്തിലുള്ള ക്യൂ ഒക്കെ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ന് മാത്രമല്ല, ഇനി വരും ദിവസങ്ങളിലും 14-നാണ് മകരവിളക്ക്, 12-ന് പന്തളം കൊട്ടാരത്തിൽ നിന്ന്, അയ്യപ്പന്റെ സ്വന്തം നാടായ പന്തളം കൊട്ടാരത്തിൽ നിന്ന് ഈ പറയുന്നത് പോലെ തിരുവാഭരണവും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ആരംഭിക്കും. 14-ന് അത് വൈകുന്നേരത്തോടു കൂടി ഇവിടെ എത്തിച്ചേരും. 14-ന് വൈകുന്നേരത്ത് തിരുവാഭരണം ചാർത്തിയാകും അയ്യപ്പന് ദീപാരാധന നടക്കുക. അതിനുശേഷമായിരിക്കും മകരവിളക്ക് തെളിയുക. അതിനുശേഷം മാത്രമേ ആളുകൾ, ഈ തീർത്ഥാടകർ മലയിറങ്ങി പോവുകയുള്ളൂ. കൂടാതെ ഏറ്റവും എടുത്തു പറയേണ്ടത്, ഇപ്പോൾ തന്നെ തീർത്ഥാടകർ പല മേഖലകളിലും പമ്പയിലും നിലയ്ക്കലിലും ഒക്കെ തമ്പടിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. സന്നിധാനത്ത് നിന്ന് ദർശനം കഴിഞ്ഞ് തീർത്ഥാടകർ ഇറങ്ങണമെന്ന നിർദ്ദേശം ദേവസ്വം ബോർഡും അതുപോലെ തന്നെ പോലീസും നൽകുന്നുണ്ട്. പക്ഷേ പലരും ഇപ്പോഴും അത് പാലിക്കുന്നില്ല. അടിയന്തരമായി അതിനുള്ള അവരെ ഇറക്കാനുള്ള നടപടികളിലേക്ക് അവർ കടന്നിട്ടുണ്ട്. എന്തായാലും സന്നിധാനത്ത് കാര്യങ്ങൾ സ്മൂത്താണ്. ആളുകൾ എത്രത്തോളം കൂടുതൽ വന്നാലും പോലീസ് വളരെ കൃത്യമായി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്ന് ഏറ്റവും ഒരു പ്രതിസന്ധി ഉള്ളത്, പുതിയ പോലീസ് ടീം ഇന്ന് ചാർജ് എടുക്കുകയാണ്. പഴയ പോലീസ് ഈ 14 ദിവസത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് പഴയ പോലീസ് ടീം മാറുകയാണ്. സ്വാഭാവികമായി അവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വേഗത കുറവ് ഒരുപക്ഷെ ഉണ്ടാകുമോ എന്നുള്ള ആശങ്കയുണ്ട്. പക്ഷേ അത് പരിഹരിക്കുമെന്നാണ് ADGPയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറിയിച്ചിട്ടുള്ളത്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.